ഹലോ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഇവിടുന്ന് ഇറങ്ങി, ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ഇവിടെ അടുത്തൊരു ചെറിയ കട ഉണ്ട്, ഒരു 7-Eleven മാതിരിയുള്ള കട. അപ്പോൾ അവിടുന്ന് എന്തെങ്കിലും നോക്കണം. ഒരു ഹോട്ട് ഡോഗ് ഒക്കെയാണ് അവിടുത്തെ സ്പെഷ്യൽ. അപ്പോൾ അത് കഴിക്കണം. അത് കഴിച്ചിട്ട് നമ്മൾ പോകുന്നത് ഹോളിവുഡ് സൈൻ. അപ്പോൾ ഏതൊരു അമേരിക്കൻ്റെ ചിത്രത്തിലും അല്ല ആരെങ്കിലും യാത്രക്കാരിലൊക്കെ കാണാം ഹോളിവുഡിൻ്റെ അടുത്ത് ആ ഒരു മലേൻ്റെ മുകളിലുള്ള ഹോളിവുഡ് സൈനിൻ്റെ മുന്നിൽ നിന്നുള്ളൊരു ഫോട്ടോ. അപ്പോൾ അവിടേക്കാണ് പോകുന്നത്. അപ്പോൾ അത് നമുക്ക് യൂസ് ചെയ്യാനുള്ള ഇവിടെ അടുത്ത് തന്നെ മെട്രോ സ്റ്റേഷൻ ഉണ്ട്. മെട്രോ യൂസ് ചെയ്തിട്ട് പോവാം. അത് കഴിഞ്ഞിട്ട് കുറച്ച് ബസ്സിലും പോകാനുണ്ട്. അപ്പോൾ അതിൻ്റെ മെട്രോ കാർഡ് നമ്മൾ ഇന്നലെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ കാർഡ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് പോവാം. ഓക്കെ, അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ ഇത്. ഹോട്ട് ഡോഗ് 2 ഹോട്ട് ഡോഗ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇത് ഇവിടെ കിട്ടുള്ളൂ. അപ്പോൾ അത് നമുക്ക് അത് നല്ല ആസ്വദിച്ച് കഴിക്കാം. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ യാത്ര തുടരുകയാണ് കേട്ടോ. നമുക്ക് ഇത് മെട്രോ സ്റ്റേഷനിലേക്ക് പോകുന്ന വഴിയാണ്, യൂണിയൻ സ്റ്റേഷൻ. ഇന്നലെ ഞാൻ സ്റ്റേഷനൊക്കെ ഇന്നലെ വിശദമായിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതവിടെ ഇതൊരു ഹോട്ടലിൽ പെയിൻറ്റിങ് നടക്കുകയാണ് കേട്ടോ. ഇന്നലെ ഈ ഒരു റൂട്ടിലൊക്കെ ബ്ലോക്ക് ചെയ്തുകൊണ്ട് പെയിൻറ്റിങ് നടക്കുന്നുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഏകദേശം ഒരു ഫിനിഷിങ് സ്റ്റേജിലാണെന്ന് തോന്നുന്നു. ഇത്ര വൃത്തിയായിട്ടാണെന്നറിയോ ചെയ്യുന്നത്. നാട്ടിലൊക്കെ കാണുന്ന പോലെ ഉയരം കെട്ടിയിട്ടുള്ളൊരു പരിപാടിയൊന്നും ഇല്ല കേട്ടോ ഇവിടെ. വളരെ സിമ്പിൾ. യൂണിയൻ സ്റ്റേഷനിൽ എത്തിയിട്ടോ നമ്മൾ. ഇനിയിപ്പോൾ ഇവിടുന്ന് നമുക്ക് ടിക്കറ്റ് ഒന്ന് ചാർജ് ചെയ്യാനുണ്ട്. കാരണം ഇന്നലെ നമ്മൾ കുറച്ച് പൈസ അതിൽ കയറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. അത് മാത്രമല്ല, എൻ്റെ ഒരു കാർഡ്, സീനിയർ സിറ്റിസൺ കാർഡ് ഇന്നലെ എടുത്തത് ശരിയായില്ല നമ്മൾ ചെയ്തത്. അപ്പോൾ അവിടുത്തെ ഒരു സ്റ്റാഫിൻ്റെ അടുത്ത് ചോദിച്ച് അങ്ങേരെ ഒരു കാർഡ് പറഞ്ഞു തന്നു. ടെമ്പററി ആയിട്ട് ഒരു കാർഡ് എടുത്തോളാൻ പറഞ്ഞു. കാരണം നമ്മൾ പെർമനൻ്റ് ആയിട്ട് അവിടെ താമസം ഇല്ലല്ലോ. അപ്പോൾ ഒരു ടെമ്പററി കാർഡ് എടുത്താൽ മതി. അപ്പോൾ അതിനൊരു 1 വീക്ക് വാലിഡിറ്റി ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആകെ 3 ദിവസമല്ലേ അവിടെ ഉള്ളൂ. അപ്പോൾ അങ്ങനെ കാർഡ് എടുത്ത്, ശരിക്കും കാർഡിൽ ഭയങ്കര വ്യത്യാസം കേട്ടോ. 3-1 ചാർജേ ഉള്ളൂ സീനിയർ സിറ്റിസന് ട്രെയിനിലൊക്കെ. അപ്പോൾ അങ്ങനെ കാർഡ് എടുത്തിട്ട് നമ്മൾ പോവുകയാണ്. നല്ല വൃത്തിയുള്ള നല്ല കാർഡ് ഇട്ട്, നമ്മൾ ATM കാർഡ് മാതിരിയുള്ള കാർഡാണ്. കാരണം ഒരു ടെമ്പററി കാർഡായിട്ട് പോലും ഇത് ഇത്രയും നല്ലൊരു കാർഡാണുള്ളത്. ഈ ടെമ്പററി സീനിയർ സിറ്റിസൺ കാർഡ് എടുക്കുമ്പോൾ ഏജ് തെളിയിക്കേണ്ട എന്തെങ്കിലും ഒരു ഡോക്യുമെൻ്റ് നമ്മളെ കയ്യിൽ വേണം. പെർമനൻ്റ് എടുക്കുകയാണെങ്കിൽ എടുക്കുന്ന സമയത്ത് നമ്മൾ ഡോക്യുമെൻ്റ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യണം. ഇതാണ് കാര്യങ്ങൾ കേട്ടോ. യൂണിയൻ മെട്രോ സ്റ്റേഷനിൽ മെട്രോ കയറിയിട്ട് നമ്മളിവിടെ ഹോളിവുഡ് വൈനല്ല VIN ആണ് അവിടെ ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ഒരു ഉബർ വിളിച്ചാൽ നമുക്ക് ആ ഹോളിവുഡ് സൈൻ്റെ അടുത്തേ പോകാൻ പറ്റും. അപ്പോൾ പരമാവധി നമുക്ക് ഈ ഉബർ മെട്രോ തന്നെ യൂസ് ചെയ്യാം കേട്ടോ. മെട്രോ ആകുമ്പോൾ നമുക്ക് കമ്പാരിറ്റീവ്ലി ഉബറുമായിട്ട് തട്ടിച്ച് നോക്കുമ്പോൾ വളരെ ലാഭമായിരിക്കും. പിന്നെ എന്താ ടിക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സീനിയർ സിറ്റിസൺ ടിക്കറ്റാണ്. 80% വരെ അതിൽ നോർമൽ ഫെയറിൽ കുറവുണ്ട്. റൂത്ത് റോളണ്ട് അങ്ങനെ പറഞ്ഞിട്ട് കുറേ ആൾ കാണാം. ടെൽമ ടോഡ്, ഇതൊക്കെ ഇവിടുത്തെ ഫേമസ് നടന്മാരെ പേരുകളാട്ടോ. നല്ല സ്റ്റാർ ഈ ഗോൾഡൻ കളറിൽ ഇവിടെ ഈ ഒരു ഫ്ലോർ കണ്ടില്ലേ, ഈ മെട്രോൻ്റെ ഫ്രണ്ടിലുള്ളതാണ്. അപ്പോൾ ഈ ഹോളിവുഡിൽ മൊത്തം സിനിമയായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇതിൻ്റെ അകത്ത് ഞാനിപ്പോൾ മെട്രോ ഇറങ്ങിയപ്പോൾ തന്നെ അതിൻ്റെ സീലിങ് ശരിക്കും പണ്ട് നമുക്ക് ഫിലിം വരുന്ന ആ റോളില്ലേ, പഴയ ഫിലിം റോൾ വരുന്നത് കണ്ടുള്ളവർക്ക് മനസ്സിലാവും. അത് വെച്ചിട്ടാണ് അത് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ സ്റ്റേഷൻ്റെ അടുത്ത് നിന്ന് നമുക്ക് കുറച്ച് ദൂരം കൂടി പോകാനുണ്ട് കേട്ടോ, ഹോളിവുഡ് സൈൻ്റെ അടുത്തേക്കും. അപ്പോൾ അത് നടക്കൽ പോസിബിൾ അല്ല. അപ്പോൾ നമ്മളൊരു ഉബർ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഉബർ ഏകദേശം ഒരു 2 മിനിറ്റ് കൊണ്ട് എത്തും എന്നുള്ളൊരു സൈൻ കാണിച്ചിട്ടുണ്ട്. അത് വരുന്നവരെ നമുക്ക് ഈ ടൗണൊന്ന് കാണാം. അതായത് നമ്മളെ വണ്ടി വരുന്നുണ്ട് കേട്ടോ. അധികം ഒന്നും സംസാരിക്കാത്ത ഒരു ഡ്രൈവറാണ് ഉബറുമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ചെറിയ ദൂരെ പോകാനുള്ളൂ. അപ്പോൾ കാര്യങ്ങൾ മാത്രം പുള്ളി സംസാരിക്കും. എങ്ങോട്ടാണ് പോകേണ്ടത്, എന്താണ് പാസ്കോഡ് എത്രയാന്നൊക്കെ ഉള്ള ചെറിയ ചെറിയ ചോദ്യങ്ങൾ മാത്രമേ ഉള്ളൂ. കുറഞ്ഞ ദൂരം ഓടിക്കഴിഞ്ഞപ്പോൾ അതൊരു സിഗ്നൽ ചെയ്താൽ നമുക്ക് കാണാം ഹോളിവുഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സൈൻ ബോർഡ് കാണുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കയറ്റാണ് കേട്ടോ എനിക്ക് കയറിക്കൊണ്ടിരിക്കുന്നത്. കയറ്റം ഇരു സൈഡിലായിട്ട് നിറയെ വീടുകൾ നിറഞ്ഞ്. ഇവിടെയൊക്കെ ഹോളിവുഡിൽ കുറേ മുന്നിലതാ നമുക്ക് ഹോളിവുഡ് കാണാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഉബർ ഇപ്പോൾ താഴെ നിന്ന് കുറേ കയറി നമ്മൾ കുറേ മുകളിലെത്തി കേട്ടോ. ഇവിടെ വരെ വണ്ടി വരുള്ളൂ. വണ്ടി ഇവിടുന്ന് തിരിച്ചു പോയി. ഇനിയിപ്പോൾ നമുക്ക് മുകളിൽ കാണാം ഹോളിവുഡ് സൈൻ അവിടെ മുകളിലുണ്ട്. അപ്പോൾ അവിടേക്ക് കുറച്ചുകൂടി മുകളിലേക്ക് നമുക്കൊക്കെ നടന്ന് കയറാം. പക്ഷേ ഹോളിവുഡ് സൈൻ്റെ അടുത്ത് വരെ നടന്ന് കയറണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം അത്രയും കയറ്റാണ്. എൻ്റെ ബാക്കിൽ ഞാൻ കാണിച്ചു തരാം. അതാണ് ഹോളിവുഡ് സൈൻ കേട്ടോ. ഇതാണ് കേട്ടോ വേൾഡ് ഫേമസ് അമേരിക്കയുടെ ഹോളിവുഡ് സൈൻ. അതിൻ്റെ മുന്നിലാണ് ഞാനുള്ളത്. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിനു വേണ്ടി മാത്രമാണ് ഈ ഒരു ഏരിയയിലേക്ക് വന്നത്. കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തായാലും ഇത് കാണണം. അപ്പോൾ സൂക്ഷിച്ച് ഏറ്റവും മുകളിൽ നമുക്ക് കാണാം.
അമേരിക്കയുടെ ഒരു ലാൻഡ്മാർക്കാണ് കേട്ടോ ഹോളിവുഡ് സൈൻ. സാന്റാ മോണിക്ക മലനിരകളിൽ ബീച്ച് കന്യാൻ ഏരിയയിലെ മൗണ്ട് ലീ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഐക്കൺ സ്ഥിതി ചെയ്യുന്നത്. ഇതിന് 15.2 മീറ്റർ ഉയരവും ആകെ നീളം 137.2 മീറ്ററുമാണ്. 1927 താൽക്കാലികമായി അവിടുത്തെ റിയൽ എസ്റ്റേറ്റ് ടീം നിർമ്മിച്ചതായിരുന്നു ഈ സൈൻ. പക്ഷെ അത് കാലക്രമേണ നാശത്തിന്റെ വക്കിലെത്തി. വീണ്ടും പുനർനിർമ്മിക്കുന്നത് അത് 1978 അപ്പൊ ഇന്ന് കാണുന്ന ഈ നിലയിലേക്ക് ഇത് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് സ്റ്റീൽ കാലുകൾ ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്നത് 1978. പിന്നെ ഇതിനിപ്പോൾ ലാസ്റ്റ് പെയിന്റ് അടിച്ചിരിക്കുന്നത് 2023 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പെയിന്റിന്റെ മുന്നിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. പല ഭാഗത്തേക്ക് ഇതേമാതിരി വളഞ്ഞു വളഞ്ഞ വഴികളുണ്ട് കേട്ടോ. എല്ലാ ഭാഗത്തൂടി പോയാൽ നമുക്ക് സൈൻ കാണാം. ഇവിടെ കണ്ടില്ലേ, ഒരു പൂവാന്നാണ് ഞാൻ ആദ്യം കരുതിയത് കേട്ടോ. പക്ഷെ ഇതൊരു കായാണ്. ഇവിടെ ഈ ഏരിയയിൽ മൊത്തം നിറയെ ഇത്തരം ചെടികളാണല്ലോ കേട്ടോ. വീടുകളിലൊക്കെ അവരെ കോമ്പൗണ്ടിൻ്റെ വാളിൻ്റെ മുകളിലൊക്കെ ഇതേമാതിരിയാണ് വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പേരെന്താണെന്നൊന്നും എനിക്കറിയില്ല. നല്ല രസമുള്ളൊരു കായ, നല്ല റെഡ് കളറും പല വർണ്ണത്തിലുള്ള ചെടികളും പൂക്കളും ഒക്കെ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെയൊക്കെ നല്ല നല്ല വീടുകളും ഈ ചുറ്റുവട്ടത്തൊക്കെ കാണുന്നുണ്ട് കേട്ടോ. ഇതാ കള്ളിമുൾ ചെടി, ആ ഒരു വർഗത്തിൽപ്പെട്ട ചെടിയല്ലേ ഇത് ഇവിടെ സുലഭമായി കാണുന്നുണ്ട്. ഇടതൂർന്ന കാടുകളാണ് കേട്ടോ ഈ മലയിൽ മൊത്തം. പക്ഷെ അതിങ്ങനെ നോക്കി പോകുമ്പോൾ ഇതിൻ്റെ കുറേ അങ്ങ് അകലെയായിട്ട് മൊത്തം എന്തോ ഒരു കൃഷി നടക്കുന്നുണ്ട് തോന്നിട്ട്. വളരെ ഭംഗിയായിട്ട് അത് ഡ്രസ്സ് ചെയ്ത് നീറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ എന്തോ കൃഷികളാണ് കാര്യം. ഇവിടുന്ന് അത്ര ദൂരത്ത് നോക്കിയാൽ മനസ്സിലാവില്ല. പിന്നെ നമുക്ക് ഈ ഹോളിവുഡ് സൈൻ്റെ അടുത്തേക്ക് പ്രവേശനമില്ല കേട്ടോ. അതിൻ്റെ മുകളിൽ വളരെ പ്രൊട്ടക്റ്റഡ് ഏരിയ ആണ്, അങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല. നമ്മളെ കൂടെ വേറെ കുറേ ടീമുണ്ടായിരുന്നു, അവർ പോയി നോക്കിയിട്ട് വളരെ തിരിച്ചയച്ചതാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു പരീക്ഷണത്തിൽ നിന്നില്ല. ഈ താഴെ കണ്ടില്ലേ ഒരു തടാകം, അപ്പോൾ അതിൻ്റെ അടുത്തായിട്ട് കുറച്ച് ചെറിയൊരു സിറ്റി, ഇതാ കുറേ വണ്ടികളൊക്കെ പാർക്ക് ചെയ്ത് കാണാം. അപ്പോൾ അവിടെ ഒരു പാർക്ക് ഉണ്ട് തോന്നുന്നു. അപ്പോൾ അവിടേക്കാണ് നമ്മൾ ഇനിയിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നല്ല സുന്ദരമായ സ്ഥലം, കാലാവസ്ഥ അതിന് അനുകൂലമായ കാലാവസ്ഥ, ആവശ്യത്തിനുള്ള തണുപ്പുണ്ട്, ചൂടൊന്നും അറിയുന്നില്ല. ചെറുതായിട്ട് വെയിലൊക്കെ എത്തി തുടങ്ങുന്നുണ്ട് കേട്ടോ. ഓക്കെ, നല്ല രസമുള്ള റോഡ് സൈഡിലുള്ള ചെടികളാണിത്. ഇതിനൊക്കെ ഇരുവശത്തുമായിട്ട് അത്യാവശ്യം നല്ല വീടുകളാട്ടോ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ ഒത്തിരി ഹോളിവുഡ് നടന്മാരെയും നടിമാരെയും വീടുകളുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ആരുതാന്നൊക്കെ നമുക്കറിയില്ല. പക്ഷേ ഡ്രൈവർ നേരത്തെ വരുമ്പോൾ പറഞ്ഞിരിക്കുന്നൊരു വിവരമായിരുന്നു ഇത്. ആ തടാക തീരത്ത് പ്രത്യേകിച്ചൊന്നും ഇല്ല കേട്ടോ. ഇതേമാതിരിയുള്ള ഒരു ചെറിയൊരു ടൗൺ ഉണ്ടെന്നേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് കാണാൻ അങ്ങനത്തെ ഒന്നുമില്ല. അപ്പോൾ നമ്മൾ അവിടുന്ന് തിരിക്കുകയാണ്. നമുക്കിനി പോകേണ്ടത് ഇതിൻ്റെ അടുത്ത് തന്നെ വേറെ ഒരു ഫുൾ അട്രാക്ഷനുള്ള ഒരു സ്ഥലത്തേക്കുണ്ട്. നമുക്ക് അവിടേക്ക് ഒരു ഉബർ വേണം. ഹോളിവുഡ് സൈൻ്റെ അടുത്ത് നിന്ന് നമ്മളിപ്പോൾ വേറെ ഒരു ഗ്രിഫിത്ത് ഒബ്സർവേറ്ററി എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയിട്ടു. ഇത് വേറെ ഒരു മലേൻ്റെ മുകളിലാണ്. അപ്പോൾ ഇവിടേക്ക് നമ്മൾ അവിടുന്ന് ഒരു ഉബർ വിളിച്ചു. $18 ചാർജ്. ഇതൊരു മലേൻ്റെ മുകളിലാണ്. മലേൻ്റെ മുകളിലേക്കാണെങ്കിലും നല്ല നല്ല റോഡുകളായതുകൊണ്ട് വലിയ പ്രശ്നമില്ലാതെ യാത്ര ചെയ്യാൻ പറ്റും. നല്ല ബാക്ക് കാണുന്നതാണ് ഗ്രിഫിത്ത് ഒബ്സർവേറ്ററി. പിന്നെ അതിൻ്റെ അകത്ത് കയറി നോക്കാം. പിന്നെ ഈ ഒരു ഏരിയയിൽ നിന്ന് കാലിഫോർണിയൻ്റെ ഒത്തിരി ടൗണുകൾ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇവിടുന്ന് തന്നെ നമുക്ക് നേരത്തെ നമ്മൾ പോയിരിക്കുന്ന ഹോളിവുഡും കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലത്താണ് ഈ ഒബ്സർവേറ്ററി കിടക്കുന്നത് കേട്ടോ. നമ്മളിപ്പം ഗ്രിഫിത്ത് ഒബ്സർവേറ്ററി അതിൻ്റെ പ്രവേശന കവാടത്തിലാട്ടോ. ഉള്ളിലേക്ക് കയറി നോക്കുമ്പോൾ അത്യാവശ്യം ഉള്ളിൽ തിരക്കുണ്ട്. ഇവിടെ ഒരു ഇൻഫർമേഷൻ ഡെസ്കും കാണാം കേട്ടോ. നമുക്ക് ഇവിടെ കണ്ടില്ലേ, സീലിംഗിൽ നിന്ന് തൂങ്ങിയാടുന്ന ഒരു പെൻഡുലം, താഴെ ഒരു ട്രേ മാതിരി ഒരു വലിയൊരു ഏരിയ, അവിടെ കുറേ കട്ടകൾ ഇങ്ങനെ നിരത്തി വെച്ചിട്ട് കാണാം നമുക്ക്. അപ്പോൾ ഒരു പ്രത്യേക ഇൻ്റർവെല്ലിൽ ഇതിങ്ങനെ ആടിപ്പോയിട്ട് ആ ഓരോ കട്ട തള്ളിയിടും. അതിൻ്റെ തിയറിറ്റിക്കൽ എന്താണെന്നൊന്നും എനിക്ക് മനസ്സിലായില്ല. പിന്നെ ഇതിൻ്റെ അകത്ത് വളരെ അട്രാക്റ്റീവായൊരു ഷോ ഉണ്ട് കേട്ടോ. ആ ഷോൻ്റെ ടിക്കറ്റാണിത്. അഡൽസിന് $10, സീനിയർ സിറ്റിസന് $8. അങ്ങനെ നമ്മൾ 2 ടിക്കറ്റ് എടുത്തു. അത് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷകമായൊരു ഷോ ആണ്, എന്തായാലും കാണേണ്ടതുമാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഹാളിലേക്കൊന്ന് കയറി നോക്കാം. ഇതാണ് കേട്ടോ അതിൻ്റെ ഓഡിറ്റോറിയം. റൗണ്ട് ഷേപ്പിലാണ് ഇതിൻ്റെ ഓഡിറ്റോറിയം. അതിൻ്റെ ചെയർ ക്രമീകരിച്ചിരിക്കുന്നത് സീലിങ്ങിലേക്ക് നോക്കി മലന്ന് കിടക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഷോ കാണേണ്ടത് നമുക്ക് മുകളിലാണ്. അപ്പോൾ ഒത്തിരി ആളുകൾ ഇതിൻ്റെ അകത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. കുറച്ചുകൂടി കഴിഞ്ഞാൽ തുടങ്ങുമായിരിക്കും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സീലിങ്ങിലെ സ്ഥിതി. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് പ്രൊജക്ടർ വെച്ചിട്ട് പ്രദർശനമാണ്. ഷോ കണ്ട് നമ്മൾ പുറത്തിറങ്ങിയിട്ടു. $10 അല്ല $100 കൊടുക്കാനും തയ്യാറാവും. അത്രയും ഒരു ബൃഹത്തായ ഒരു ഷോ ആണ് കേട്ടോ നടന്നത്. ഏകദേശം 35 മിനിറ്റ് നേരം നീണ്ടു നിൽക്കുന്ന അടിപൊളി ഒരു ഷോ. ശരിക്കും ആ ഒരു ഓഡിറ്റോറിയം മൊത്തം നമ്മളെടുത്ത് കുലുക്കുന്ന മാതിരി, അല്ല ഓഡിറ്റോറിയം മൊത്തം തലകീഴായി മറിയുന്ന മാതിരിയൊക്കെ തോന്നും. പക്ഷേ ഒന്നും അനങ്ങുന്നില്ല. സ്ക്രീനിൻ്റെ മുകളിൽ നിന്ന് ഓരോ സീൻ മാറി വരുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്ന ഒന്നാണത്.
അപ്പോൾ അത്രയും മനോഹരമായൊരു ഷോ. ഇത് എൻ്റെ ജീവിതത്തിൽ ഇതൊക്കെ എൻ്റെ ഒരു ഫസ്റ്റ് അനുഭവങ്ങളാണിത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് കാണുന്നത് ഇപ്പോൾ ഇതിൻ്റെ മലേൻ്റെ മുകളിൽ നിന്നുള്ള ടൗണുകളൊക്കെയാണ് നമ്മൾ കാണുന്നത് കേട്ടോ. താഴോട്ട് നമ്മൾ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് അതൊക്കെയാണ്. അങ്ങ് അകലെയായിട്ട് കുറേ വലിയ വലിയ ബിൽഡിങ്ങുകൾ കാണാം കേട്ടോ. ഇതൊക്കെ നമുക്ക് ഈ ബിൽഡിങ്ങുകളൊക്കെ നമുക്ക് ഇവിടുത്തെ ഒരു ടെലസ്കോപ്പ് കൂടി നമുക്ക് വീക്ഷിക്കാനുള്ള സൗകര്യങ്ങൾ കൂടിയുണ്ട്. മനോഹരമായ സിറ്റി. പസഫിക് ഓഷ്യനാണ് കുറേ അപ്പുറമായിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് അത്ര ക്ലിയർ അല്ല. 4 ഭാഗത്തേക്കുള്ള വ്യൂസാണ് ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. താഴെ കുറേ ആൾക്കാർ നടന്നു പോകുന്നത് കാണാം. അവിടേക്കൊക്കെ വേണമെങ്കിൽ നമുക്ക് നടന്നു പോകാനുള്ള സൗകര്യങ്ങളുണ്ട്. കാലിഫോർണിയയിലെ മൗണ്ട് ഹോളിവുഡിൻ്റെ തെക്ക് ഭാഗത്താണ് കേട്ടോ ഇത് സ്ഥിതി ചെയ്യുന്നത്. ഈ പ്ലാനറ്റോറിയത്തിൽ ഏറ്റവും ആകർഷകമായതാണ് ഇപ്പോൾ ഞാൻ കണ്ടിരിക്കുന്ന 35 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ആ ഒരു ഷോ. ഈ ഷോയ്ക്ക് ടിക്കറ്റ് വേണമെന്ന് ഞാൻ പറഞ്ഞല്ലോ. 10 രൂപയാണ് നോർമൽ ടിക്കറ്റ് ചാർജ്. ഇതിൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ശനി ഞായറും കാലത്ത് 10 മണി മുതൽ വൈകിട്ട് 10 മണി വരെ ഉണ്ട്. അതല്ലാത്ത ബാക്കി ദിവസങ്ങളിൽ ഉച്ചയ്ക്കാണ് സ്റ്റാർട്ട് ചെയ്യുക, രാത്രി 10 മണി വരെ ഉണ്ട്. ഇവിടെ സൗജന്യമായിട്ട് ടെലിസ്കോപ്പിൽ കൂടി നമുക്ക് ഇത് നിരീക്ഷിക്കാൻ, വാന നിരീക്ഷണം നടത്താനുള്ള ഒരു സൗകര്യം കൂടി ഇവർ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല ഓർക്കിഡൊക്കെ അവിടെ കാണുന്നുണ്ട്. ഇതൊക്കെ ഈ ഏരിയയിലുള്ളതാണ്. അപ്പോൾ ഇവിടെ ഇത്രയൊക്കെ ഇവിടെ ശരിക്കും കാണാനുള്ളൂ. പഠിക്കാനുള്ള ഈ ഒരു സബ്ജക്റ്റ് എടുത്ത് പഠിക്കുന്നവർക്കൊക്കെ ഒരുപാട് കാര്യങ്ങളുള്ളതാണ് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കാണാനുള്ളത്. അപ്പോൾ കുറച്ചൊക്കെ ഞാനിതിൽ പകർത്തി നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതായിട്ട് ബന്ധമില്ലാത്തവർക്ക് ഇതൊരു ബോറടി ആയിട്ട് തോന്നും ശരിക്കും. ഉള്ളിലെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങി കേട്ടോ. പുറത്ത് നല്ല മനോഹരമായൊരു പുൽത്തകിടിയും നല്ല കാറ്റ് കിട്ടാൻ പറ്റിയ നല്ല സ്ഥലങ്ങളുള്ള നല്ലതായിട്ട് ഡെക്കറേറ്റ് ചെയ്തൊരു സ്ഥലം കേട്ടോ ഫ്രണ്ടിൽ. അപ്പോൾ ഇത് അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന ഗ്രിഫിത്തിൻ്റെയാണ്. നമുക്കിനി പോകണം. നമ്മൾ നേരത്തെ ടൗണൊന്നും കണ്ടില്ല. അപ്പോൾ നമുക്ക് ടൗണിലേക്ക് പോകാം. അപ്പോൾ ഒരു ഉബറൊക്കെ പിടിച്ച് നമ്മൾ താഴെ എത്തിയിട്ടു. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കയറിയിരിക്കുന്ന ഒരു മ്യൂസിക്കൽ ഒരു സ്റ്റോറിലാണ്. മ്യൂസിക്കുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സാധനങ്ങളും, പഴയ കാലത്തെ റെക്കോർഡുകളൊക്കെ ഇല്ലേ നമ്മൾ കല്യാണപ്പുരയിലൊക്കെ കാണുന്ന വലിയ സാധനം, വലിയ പപ്പടന്മാരുള്ള സാധനം, അതിൻ്റെയൊക്കെ ഒരു വലിയ ശേഖരം തന്നെ ഉണ്ട് ഇവിടെ. പല ആൽബങ്ങളും 1000 വിലയുള്ള ആൽബങ്ങൾ വരെ ഇവിടെ കാണാം. നമുക്ക് ഇത് ചുമ്മാ കയറിയെന്നേ ഉള്ളൂ. നമ്മൾ അത്രയും വലിയൊരു ഷോറൂം, ഒരു മ്യൂസിക്കിന് വേണ്ടി മാത്രം ഇത്രയും വലിയൊരു ഷോറൂം ആലോചിച്ച് നോക്കി. ഇതൊക്കെ പഴയ ടൈപ്പ് ആൽബങ്ങളാണ് കേട്ടോ. അത് റെക്കോർഡുകളിലെ ആൽബങ്ങളാണ്. മ്യൂസിക് ഷോപ്പിൽ നിന്ന് ഇറങ്ങി നമ്മൾ നടന്നത് ഹോളിവുഡ് സിറ്റി കാണുക എന്നുള്ളതാണ് കേട്ടോ. ഒരുപാട് തിരക്കുകളൊന്നും കാണുന്നില്ല, എന്നാലും മനോഹരമായ കെട്ടിടങ്ങളും നല്ല വൃത്തിയുള്ളൊരു അന്തരീക്ഷം. ഈ ഫുട്പാത്തിൽ മുഴുവൻ ഇവിടുത്തെ ഈ ഹോളിവുഡിലുള്ള ഫിലിം സ്റ്റാർസിൻ്റെ പേരെഴുതി വെച്ച് നമ്മൾ കാണാം. പക്ഷെ അത് അങ്ങനെ വെക്കരുതെന്നായിരുന്നു എൻ്റെ ഒരു അഭിപ്രായം. കാരണം അത് ചവിട്ടിയിട്ടാണ് നമ്മളൊക്കെ നടക്കുന്നത്. അപ്പോൾ അത് സ്വർണ്ണലിഖിതം മാതിരി അതങ്ങനെ കൊത്തി വെച്ചിരിക്കുകയാണ് കേട്ടോ അവിടെ. നല്ല ഏകദേശം സന്ധ്യയുടെ അടുത്ത് എല്ലാ ദീപാലങ്കാരങ്ങളും ഒക്കെ തെളിഞ്ഞ് കാണാൻ തുടങ്ങി നമുക്ക്. ഈ സൈഡിൽ കൂടിയൊക്കെ ബിസിനസ് സ്ഥാപനങ്ങൾ, പല ഡ്രസ്സുകളെയും ഒക്കെ കൂടി ഡിസ്പ്ലേ ചെയ്ത് കാണാം. സുവനീർ ഷോപ്പുകൾ കാണാം. അടിപൊളി കടകളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. എല്ലാതരം ഇവിടുത്തുകാർ ഉപയോഗിക്കുന്ന ഡ്രസ്സുകളൊക്കെ ആയിരിക്കും ഇത്. അവരുടെ പ്രിയപ്പെട്ട ഫിലിം സ്റ്റാർസിൻ്റെയൊക്കെ രൂപത്തിലാണ് അതൊക്കെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. നമ്മളെ പല കഥാപാത്രങ്ങളെയും വേഷം പ്രച്ഛന്നം അവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ട് ആസ്വദിച്ച് നമ്മൾ ഇവിടെയൊക്കെ നടന്നു കിട്ടും. ഒത്തിരി നല്ല തെറ്റില്ലാത്ത നല്ലൊരു ടൗൺ തന്നെയാണ്. പക്ഷേ കൺജസ്റ്റഡ് ആയിട്ടുള്ള അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല. ഇവിടെ ഒരു ഹോളിവുഡ് ടാറ്റു എന്ന് പറഞ്ഞിട്ട് കാണുന്നുണ്ട്. ഈജിപ്ഷ്യൻസ് എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ഈജിപ്ത് റെസ്റ്റോറൻറ്റ് അതാ മുന്നിലായിട്ട് കാണുന്നത്. നമ്മൾ ഉച്ചയ്ക്ക് നമ്മൾ ഗ്രിഫി ആ ഓഡിറ്റോറിയത്തിൽ നിന്ന് കഴിച്ച ഒരു ചെറിയൊരു ലഞ്ച് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു ഡിന്നർ എന്തെങ്കിലും കഴിക്കണം. അത് ഈ വഴിയിൽ എവിടെയും കണ്ടാൽ നമുക്കത് നോക്കാം. ഇവിടെ ഒരു ഹോളിവുഡ് എന്നൊരു സ്ഥാപനം അവിടെ കാണുന്നുണ്ട്. ഫാസ്റ്റ് ഫുഡാണെന്ന് തോന്നുന്നു. നല്ല ടൗൺ, ഏകദേശം അത്യാവശ്യം ഇരുടായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെയുള്ളതാണ് ഇത് ഹോളിവുഡ് മ്യൂസിയം. മ്യൂസിയത്തിലേക്ക് നമ്മൾ കയറിയില്ല, നമുക്ക് കയറാനുള്ളൊരു സമയമില്ല. ഇപ്പോൾ ഒത്തിരി ലേറ്റായി. ഇനിയിപ്പോൾ നമുക്ക് ഇവിടുന്ന് ട്രെയിൻ പിടിച്ച് വേണം നമുക്ക് ലോസ് ആഞ്ചലസിലേക്ക് പോകാൻ വേണ്ടിയിട്ട്.
ഇവിടെ ഇതൊരു മ്യൂസിക്കൊക്കെ വെച്ച് അടിച്ച് പൊളിച്ച് പാട്ട് വെച്ചിട്ട് ഇതൊരു ടീം അവിടെ ഇരിക്കുന്നുണ്ട്. എന്താ കാര്യം എന്ന് മനസ്സിലാകുന്നില്ല. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോയിട്ട് ഇവിടെ ഒരു ചൈനീസ് തിയേറ്റർ ഉണ്ട്. അതാണ് നമ്മൾ തിരയുന്നത്. ഇതാ ചൈനീസ് തിയേറ്ററാണിത്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലാണ് ഇപ്പോൾ ഉള്ളത്. അവിടെ തിയേറ്ററിൽ ഷോ ഒന്നും ഇല്ല എന്ന് തോന്നുന്നു കേട്ടോ. ആളൊന്നും കാണുന്നില്ല. തിയേറ്ററിൻ്റെ ഫ്രണ്ടിൽ ഇവിടുത്തെ ഫേമസ് ഫിലിം സ്റ്റാർസിൻ്റെ കാൽപ്പാടും കൈയടയാളങ്ങളും ഒക്കെ അവിടെ പതിച്ചതായിട്ട് കാണുന്നുണ്ട് നമ്മൾ. അപ്പോൾ നമ്മൾ ചെറുതായി ഒന്ന് നോക്കിയപ്പോൾ തന്നെ പെട്ടെന്ന് നമ്മളെ കണ്ണിലുടക്കിയതാട്ടോ ഇത്. മൈക്കിൾ ജാക്സൻ്റെ ഷൂവിൻ്റെ അടയാളവും കൈപ്പാടുകളും ഒക്കെ അവിടെ നമുക്ക് തെളിഞ്ഞ് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇതാ ഒരു സർക്കസിലെ കോമഡീനെ പോലെ തോന്നിക്കുന്ന ഒരാൾ എൻ്റെ അടുത്ത് വന്ന് എന്തൊക്കെയോ ഒരു ക്വസ്റ്റ്യനൊക്കെ ചോദിച്ചു. കിട്ടിയ മറുപടി അറിയുന്ന ചോദ്യങ്ങൾക്കൊക്കെ ഞാൻ ആൻസർ ചെയ്തിട്ടുണ്ട്. പക്ഷേ പ്രശ്നക്കാരനൊന്നുമല്ല, എന്താണെന്ന് അറിയില്ല. ഇങ്ങനെ ഒരു ചിലപ്പം ഭിക്ഷക്കാരനോ മറ്റായിരിക്കും തോന്നും. കുറേ ചോദ്യങ്ങളൊക്കെ ചോദിച്ച് പുള്ളി പോയി. ചോദ്യങ്ങളൊക്കെ ഞാൻ പകർത്തി. എന്തായാലും വഴിയോരത്ത് കണ്ട ഒരു തട്ടുകടയിൽ നമ്മളൊന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട്, നല്ല വൃത്തിയുള്ളൊരു തട്ടുകട, അതുകൊണ്ട് തന്നെയാണ് നമ്മളിവിടെ നിർത്തിയത്. അപ്പോൾ ടപ്പാസ് എന്ന് പറഞ്ഞിട്ടൊരു ഫുഡ് നമ്മൾ ഓർഡർ ചെയ്ത്, അതാണ് പുള്ളി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ സ്പീഡിൽ വളരെ ആകർഷകമായ തരത്തിലാണ് പുള്ളി അതൊക്കെ റെഡിയായി തരുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് അതിൻ്റെ സൈഡൊക്കെ ഇവിടുന്ന് നമുക്ക് തന്നെ എടുക്കാം. ടപ്പാസൊക്കെ ടേസ്റ്റ് ചെയ്ത് നമ്മളിപ്പം മെട്രോ റെയിൽ സ്റ്റേഷനിലെത്തി. ഇനി നേരെ ലോസ് ആഞ്ചലസ്.